10ാം ക്ലാസ് ജയിച്ചാലും തോറ്റാലും പഠിക്കാൻ പറ്റുന്ന കോഴ്സുകൾ. എല്ലാ കോഴ്സുകളും അങ്ങനെയല്ല, കുറച്ച് കോഴ്സുകൾ 10ാം ക്ലാസ് തോറ്റവർക്കും ഉണ്ട്. 1-2 കൊല്ലം പഠിക്കാം. പഠിച്ചു കഴിഞ്ഞാൽ റെയിൽവേ പോലുള്ള വലിയ ദേശീയ സംവിധാനങ്ങളിൽ നമുക്ക് ജോലിക്ക് കയറാം. അത് മാത്രമല്ല, കേരളത്തിലുള്ള വാട്ടർ അതോറിറ്റി, പബ്ലിക് വർക്കിംഗ് ഡിപ്പാർട്ട്മെന്റ് പോലുള്ള സർക്കാർ സംവിധാനങ്ങളിൽ ജോലിക്കാരാവാം. മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസ് പോലുള്ള ഇന്ത്യൻ ഡിഫൻസിന് കീഴിലുള്ള ടെക്നിക്കൽ സ്ഥാപനങ്ങളുടെ ഭാഗമായി നിങ്ങൾക്ക് ജോലിക്കാരാവാം. ഞാൻ മറ്റൊന്നിനെ കുറിച്ചല്ല പറയുന്നത്, ITIകളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ITIകൾ ആളുകൾക്ക് പൊതുവേ ചിരപരിചിതങ്ങളാണ്, പക്ഷെ അതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അധികം ആളുകൾക്കും അറിയില്ല. എനിക്കറിയാവുന്ന ഒരു സുഹൃത്ത്, അരീക്കോട്ടുകാരൻ, മലപ്പുറം ജില്ലക്കാരൻ, ബവ ആറ്റോമിക് റിസർച്ച് സെന്ററിൽ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ISROയിലും DRDOയിലും ITI കഴിഞ്ഞ ആളുകൾ ജോലിക്ക് കയറിയിട്ടുണ്ട്. അവരെല്ലാം സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗമായിട്ട് വർക്ക് ചെയ്യുന്നു. ചില ആളുകൾക്ക് ഒരുപാട് കാലം പഠിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗും മെഡിസിനും പാരാമെഡിക്കലും പ്രൊഫഷണൽ കോഴ്സുകളും റിസർച്ച് ഓറിയന്റഡ് ഒരു ദീർഘകാല കോഴ്സുകളുടെ ഭാഗമായി അവർക്ക് മുന്നോട്ട് പോകാൻ ഒരു താല്പര്യമില്ല. എന്തെങ്കിലും ഒരു ടെക്നിക്കൽ സംവിധാനങ്ങളുടെ ഭാഗമാണ്. ചില ആളുകൾക്ക് ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ടതിലായിരിക്കും, ചില ആൾക്ക് വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും, ചില ആളുകൾക്ക് AC റെഫ്രിജറേഷൻ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാവാം, വെൽഡിംഗ് ആവാം. ഇത്തരം ചെറിയ ചെറിയ സാങ്കേതിക കോഴ്സുകൾ പഠിച്ച് നല്ല ജോലികളിൽ എത്താൻ ശ്രമിക്കുന്ന താല്പര്യമുള്ള ആളുകളുണ്ട്. അവർക്ക് പ്രത്യേകിച്ച് തിയറട്ടിക്കൽ ജാർഗൺസിനേക്കാൾ കൂടുതൽ പ്രാക്ടിക്കലായ സാധനങ്ങൾ, പ്രത്യേകിച്ച് ഹാൻഡ്സ് ഓൺ ട്രെയിനിങ് ഒക്കെ കിട്ടാവുന്ന മേഖലകൾ പഠിച്ച് അത്തരം ജോലികളിൽ വരാനായിരിക്കും താല്പര്യം. ഫിസിക്കൽ ഇൻവോൾവ്മെന്റ് ആവശ്യമുള്ള ടെക്നിക്കൽ ട്രേഡുകളും ഇത്തരം മേഖലകളിലുണ്ട്. ഇത് പഠിച്ച് ജോലിക്കാരാവാന്നുള്ളതാണ്. അതോടൊപ്പം ആ മേഖലകളിൽ ഉയർന്നു പോകാൻ പറ്റും, നല്ല സാലറിയും കിട്ടും. പ്രത്യേകിച്ച് തുടക്കത്തിൽ ചെറിയ കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂവെങ്കിലും പിന്നീട് നല്ല സാലറികളിലേക്ക് വരാം. കേരളത്തിൽ ഇത്തരം പഠന സൗകര്യങ്ങൾ ഒരുക്കുന്ന 108 സർക്കാർ സംവിധാനങ്ങൾ, സ്ഥാപനങ്ങൾ ITI എന്ന പേരിലുണ്ട്. ഈ 108 സ്ഥാപനങ്ങളിലും 2 തരം സർട്ടിഫിക്കറ്റ് ആണ് ഉള്ളത്. ഒന്ന് നാഷണൽ കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് എന്നുള്ള പേരിൽ NCVT സർട്ടിഫൈഡ് പ്രോഗ്രാമുകൾ, മറ്റൊന്ന് സ്റ്റേറ്റ് കൗൺസിൽ ഫോർ വൊക്കേഷണൽ ട്രെയിനിങ് എന്നുള്ള പേരിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് സർട്ടിഫൈഡ് ആയ വൊക്കേഷണൽ പ്രോഗ്രാമുകൾ. ഈ പ്രോഗ്രാമുകളെല്ലാം നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്കിനുള്ളിൽ NSQF-ന്റെ കീഴിൽ വരുന്നതാണ്. അതുകൊണ്ട് ദേശീയ പ്രാധാന്യമുള്ളതും മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ അപ്രൂവൽ കിട്ടുന്നതുമായ സർട്ടിഫിക്കറ്റുകളാണ് ഇതെല്ലാം. നമുക്ക് ഈ സംവിധാനങ്ങളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ കുറെ നാൾ പഠിച്ചു കഴിഞ്ഞിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാം. സ്വന്തമായിട്ട് എന്തെങ്കിലും സംവിധാനം, ഈ വാഹനങ്ങൾ നന്നാക്കുന്നതോ വെൽഡിംഗ് യൂണിറ്റുകളോ എന്തെങ്കിലും ഇൻഡസ്ട്രികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് വലിയ ബിസിനസ്. ഇപ്പൊ ഈ പ്ലംബിംഗ് ഒക്കെ പഠിച്ചിട്ട് സ്വന്തമായിട്ട് ഒരു പ്ലംബിംഗ് കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ദെൻ വെൽഡിംഗ് പഠിച്ചതിന് ശേഷം അതുപോലെ വയറിംഗ് പഠിച്ച്, ഇലക്ട്രിക്കൽ വയറിംഗ് പഠിച്ചിട്ട് വയറിംഗും പ്ലംബിംഗും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട സ്വന്തമായ സംവിധാനങ്ങൾ ഉണ്ടാക്കി നല്ല പൈസ ഉണ്ടാക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ കാണാം. ഈ എയർപോർട്ടിലും അതുപോലുള്ള സംവിധാനങ്ങളിലും ഇത്തരം ആളുകൾ ഗവൺമെന്റ് ജോലിക്ക് കയറുന്നുണ്ട്. അപ്പൊ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിന്റെ ഒരു വ്യാപകമായ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് സാങ്കേതികതകൾ മാത്രം താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഇങ്ങനത്തെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യാം. നമുക്ക് നമ്മുടെ നാട്ടിൽ എഞ്ചിനീയറിംഗ് സ്റ്റഡീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു തൊഴിലാളികളുടെ അല്ലെങ്കിൽ ജോലിക്കാരുടെ ഒരു വിതരണം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഈ ഡിസൈൻ എഞ്ചിനീയർക്ക് ആനുപാതികമായിട്ട് 3 സൂപ്പർവൈസറി എഞ്ചിനീയർമാരും, ഓരോ സൂപ്പർവൈസറി എഞ്ചിനീയർമാർക്ക് ആനുപാതികമായിട്ട് സ്കിൽഡ് ലേബറേഴ്സും വേണം, 3 സ്കിൽഡ് ലേബറേഴ്സും വേണം എന്നൊക്കെ പറയുന്നത്. അത് സാങ്കേതികമായിട്ട് പറയുന്ന ഒരു അനുപാതമാണ്. എങ്കിൽ പോലും വ്യാപകമായിട്ട് ഈ ITI ITC-കാർക്ക് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പ്രത്യേകിച്ച് ഒരു ഗ്രാസ് റൂട്ട് ലെവലിലുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഇവർക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സർക്കാർ ജോബുകളും ഇവർക്കുണ്ടെന്നുള്ളത്. ഇത്തരം പ്രാധാന്യം മനസ്സിലാക്കിയിട്ട് ഒരുപാട് നാൾ തിയറി പഠിക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് പെട്ടെന്ന് പഠിച്ച് ജോലി നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഈ കോഴ്സ് എന്നതുകൊണ്ട് ഇതിനെക്കുറിച്ച് പഠിക്കാം. ഇപ്പൊ ആപ്ലിക്കേഷൻ വിളിച്ചിട്ടുണ്ട് ITIകളുടെ. ദെൻ ജൂൺ 20 ലാസ്റ്റ് ഡേറ്റ്. www.itiadmissions.kerala.gov.in എന്ന് പറഞ്ഞ വെബ്സൈറ്റിൽ കയറി നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. പ്രായപരിധി കുറഞ്ഞത് 14, മാക്സിമം പ്രായപരിധി ഇല്ല എന്നുള്ളതുമാണ് ഈ കോഴ്സിന്റെ ഒരു പ്രത്യേകത. എത്ര വയസ്സുള്ള ആളുകൾക്കും ഇത് പഠിക്കാം എന്നർത്ഥം. മറ്റൊന്ന്, ഈ 2 വർഷത്തെ കോഴ്സുകൾക്ക് ആകെ ഇവർ ചാർജ് ചെയ്തത് 1270 രൂപയും 1 വർഷത്തെ കോഴ്സുകൾക്ക് 950 രൂപയാണ്. ഈ കോഴ്സുകൾ 78ഓളം ട്രേഡുകളുണ്ട്. ഈ ട്രേഡുകൾ മുഴുവൻ നമുക്ക് പറഞ്ഞു പോലും അസാധ്യമാണ്. എങ്കിലും 108 സ്ഥാപനങ്ങളിൽ 100ലും NCVT അപ്രൂവ്ഡ് കോഴ്സുകളും ബാക്കിയുള്ള സ്ഥാപനങ്ങളിൽ
SCVT അപ്രൂവ്ഡ് കോഴ്സുകളാണ് ഉള്ളത്. ഇനി NCVT അപ്രൂവ്ഡ് സ്ഥാപനങ്ങളിൽ SCVT കോഴ്സുകളും ഉണ്ട്. അപ്പൊ ഈ കോഴ്സുകളെ കുറിച്ചൊന്ന് ഞാൻ ഒന്ന് ലിസ്റ്റ് ചെയ്ത് പറഞ്ഞു തരാം, അതൊന്ന് ശ്രദ്ധിക്കുക. ആപ്ലിക്കേഷൻ യഥാസമയം കൊടുക്കുക. June 20 ലാസ്റ്റ് ഡേറ്റ്. ഈ ട്രേഡുകൾ തന്നെ ഇപ്പൊ ഇവിടെ കൊടുക്കുന്ന കോഴ്സുകൾ തന്നെ ഒരു 4 ടൈപ്പായിട്ടാണ്. ഒന്ന്, ഈ 10ാം ക്ലാസ് ജയിച്ചവർക്കും തോറ്റവർക്കും ഒരുപോലെ അപേക്ഷിക്കാൻ പറ്റുന്ന നോൺ മെട്രിക് ട്രേഡുകൾ. ആ നോൺ മെട്രിക് ട്രേഡുകൾ തന്നെ എഞ്ചിനീയറിംഗ് ഉണ്ട്, നോൺ എഞ്ചിനീയറിംഗ് ഉണ്ട്. അതുപോലെ 10ാം ക്ലാസ് ജയിച്ചവർക്ക് മാത്രമായിട്ട് വരുന്ന ഒരു നോൺ എഞ്ചിനീയറിംഗും എഞ്ചിനീയറിംഗ് ട്രേഡുകൾ. ഇതിൽ തന്നെ വീണ്ടും 1 വർഷത്തെ കോഴ്സുകളും 2 വർഷത്തെ കോഴ്സുകളുണ്ട്. കോഴ്സുകൾ ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത് നോക്കി നിങ്ങൾ, നോൺ മെട്രിക് ട്രേഡുകളിൽ എഞ്ചിനീയറിംഗ് ആയിട്ട് വരുന്നത് വയർമാൻ, അത് 2 വർഷത്തെ കോഴ്സാണ്. ദെൻ പെയിന്റർ ജനറൽ വരുന്നതും അതും 2 വർഷമാണ്. ഇനി എഞ്ചിനീയറിംഗിൽ തന്നെ വെൽഡർ വരുന്നുണ്ട്, 1 ഇയർ കോഴ്സ്. വെൽഡർ തന്നെ സ്ട്രക്ചറൽ വെൽഡർ ഉണ്ട്, പൈപ്പ് വെൽഡർ ഉണ്ട്. ദെൻ പ്ലംബർ വരുന്നുണ്ട്, വുഡ് വർക്ക് ടെക്നീഷ്യൻ, പഴയ പേര് അതിന്റെ കാർപ്പൻറ്റർ എന്നായിരുന്നു. ദെൻ അതുപോലെ തന്നെ അതെല്ലാം 1 ഇയർ കോഴ്സാണ്. ഷീറ്റ് മെറ്റൽ വർക്കർ, വെൽഡർ തന്നെ ഗ്യാസ് വെൽഡിങ് വരുന്നതുണ്ട്, വെൽഡിങ് ഇൻസ്പെക്ഷൻ വരുന്നുണ്ട്. ദെൻ അതുപോലെ ഇലക്ട്രിക് വരുന്നതും, ഇലക്ട്രിക് വെൽഡിംഗ് ഉണ്ട്, ഗ്യാസ് വെൽഡിംഗ് ഉണ്ട്. ദെൻ ഇനി നോൺ മെട്രിക് ട്രേഡിൽ നോൺ എഞ്ചിനീയറിംഗ് കോഴ്സ് ആയിട്ട് വരുന്നത് ഒന്ന് ഡ്രസ് മേക്കിംഗ് ആണ്. ആ ഒരു കോഴ്സ് മാത്രമേ അതിലുള്ളൂ. ഇനി മെട്രിക് ട്രേഡുകളാണ്. അത് മെട്രിക് ട്രേഡുകൾ എന്ന് പറഞ്ഞാൽ 10ാം ക്ലാസ് പാസ്സായ ആളുകൾക്കുള്ളത്. അത് തന്നെ എഞ്ചിനീയറിംഗ് ഉണ്ട്. എഞ്ചിനീയറിംഗിൽ 2 ഇയർ പ്രോഗ്രാം ആയിട്ട് മെക്കാനിക്, അഗ്രികൾച്ചർ, മെഷീനറി, ഇൻസ്ട്രുമെന്റ് മെക്കാനിക്, ഇൻഫർമേഷൻ ടെക്നോളജി, ആർക്കിടെക്ചറൽ ഡ്രാഫ്റ്റ്സ്മാൻ, ദെൻ അതുപോലെ തന്നെ ലിഫ്റ്റ് ആൻഡ് എസ്കലേറ്റർ മെക്കാനിക്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് ഈ റെയിൽവേകളിലൊക്കെ എസ്കലേറ്ററും ഒരുപാട് സംവിധാനങ്ങളിൽ എസ്കലേറ്റർ സംവിധാനങ്ങൾ ഒരുക്കുന്നത് കൊണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൂടുതലായിരിക്കും. ഡ്രാഫ്റ്റ്സ്മാൻ സിവിൽ വരുന്നുണ്ട്, ഡ്രാഫ്റ്റ്സ്മാൻ മെക്കാനിക്കൽ വരുന്നുണ്ട്, ഇൻസ്ട്രുമെന്റ് മെക്കാനിക് കെമിക്കൽ പ്ലാന്റിലുള്ളത്. ഈ കെമിക്കൽ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട ലബോറട്ടറി അസിസ്റ്റന്റും അറ്റൻഡൻസ് ഓപ്പറേറ്ററും അറ്റൻഡന്റ് ഓപ്പറേറ്ററൊക്കെ ഉണ്ട്. ദെൻ ഇലക്ട്രോപ്ലേറ്റർ, റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ടെക്നീഷ്യൻ, ദെൻ അതുപോലെ ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, ടർണർ, മെഷീനിസ്റ്റ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, ദെൻ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റംസ് മെയിൻ്റനൻസ്, ദെൻ അതുപോലെ ടൂൾ ആൻഡ് ഡൈ മേക്ക് പ്രത്യേകിച്ച് ഡൈസും മോൾസും വരുന്നതുകൊണ്ട്, ടൂൾസ് ആൻഡ് ജിഗ്സും വരുന്നത്, ജിഗ്സ് ഫിക്സേഴ്സും വരുന്നതുണ്ട്. ദെൻ അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ, മെഡിക്കൽ ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്. മെക്കാനിക് മെഡിക്കൽ ഇലക്ട്രോണിക്സ് എന്നായിരുന്നു പണ്ടതിന്റെ പേര്. മെക്കാനിക് മെഷീൻ ടൂൾ മെയിൻ്റനൻസ് ഉണ്ട്, സർവേയർ. ദെൻ അതുപോലെ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് അപ്ലയൻസസ് മെക്കാനിക് ഉണ്ട്, ഇലക്ട്രോണിക് മെക്കാനിക് ടെക്നീഷ്യൻ, പവർ ഇലക്ട്രോണിക്സ്, ദെൻ മെക്കാനിക് ഓട്ടോ ഇലക്ട്രീഷ്യൻ, ദെൻ പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക്. ഇതുവരെ ടെക്നീഷ്യൻ പവർ ഇലക്ട്രോണിക്സ് വരെയുള്ളത് 2 ഇയേഴ്സും ബാക്കിയുള്ളതൊക്കെ 1 ഇയർ പ്രോഗ്രാമായിട്ടാണ് വരുന്നത്. അത് എഞ്ചിനീയറിംഗ് പ്രോഗ്രാമുകൾ. അത് തന്നെ ടോട്ടൽ 37 പ്രോഗ്രാം, ഡീസൽ എഞ്ചിൻ മെക്കാനിക് വരെയുള്ള ഈ 1 ഇയർ പ്രോഗ്രാം മെട്രിക് ട്രേഡ് ആയിട്ടാണ് വരുന്നത്. ഇനി മെട്രിക് ട്രേഡിൽ തന്നെ നോൺ എഞ്ചിനീയറിംഗ് ഉണ്ട്. ടൂറിസ്റ്റ് ഗൈഡ് വരുന്ന 1 ഇയർ പ്രോഗ്രാമാണ്. ഈ മെട്രിക് ട്രേഡിലെ നോൺ എഞ്ചിനീയറിംഗ് എല്ലാം അധികവും 1 ഇയർ പ്രോഗ്രാം ആയിട്ട് വരുന്നത്. ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ്, ഫുഡ് പ്രൊഡക്ഷൻ, ദെൻ അതുപോലെ തന്നെ ഹോർട്ടിക്കൾച്ചർ, ഡയറിയിങ്, ഫാഷൻ ഡിസൈൻ ആൻഡ് ടെക്നോളജി, ഡെസ്ക്ടോപ്പ് DTP, കമ്പ്യൂട്ടർ എയ്ഡഡ് എംബ്രോയിഡറി, സെക്രട്ടേറിയൽ പ്രാക്ടീസ്. നമുക്ക് ഓഫീസിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതിൽ തന്നെ ഇംഗ്ലീഷ് ഉണ്ട്, ഹിന്ദി വരുന്നുണ്ട്. സ്റ്റെനോഗ്രാഫി ആയിട്ട് കോഴ്സ്, സ്റ്റെനോഗ്രാഫർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നുള്ള പേരിൽ ആ കോഴ്സ് വരുന്നുണ്ട്. മൾട്ടിമീഡിയ, അനിമേഷൻ ആൻഡ് സ്പെഷ്യൽ ഇഫക്ട്സ് വരുന്ന കോഴ്സുകളുണ്ട്. വളരെ കുറഞ്ഞ ഫീസിൽ ഇതൊക്കെ പഠിച്ചെടുക്കാം. പുറത്തൊക്കെ വലിയ ഫീസിൽ പഠിക്കേണ്ട കോഴ്സുകൾ നമുക്ക് കുറഞ്ഞ ഫീസിൽ പഠിച്ചെടുക്കാം എന്നുള്ള അതിന്റെ പ്രത്യേകത. മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് ടെക്നീഷ്യൻ, നമുക്ക് വളരെ വ്യത്യസ്തമായ കോഴ്സുകൾ. ഫുഡ് ആൻഡ് ബീവറേജ് സർവീസ്, കോസ്മെറ്റോളജി, ദെൻ അഗ്രോ പ്രോസസ്സിംഗ് പോലുള്ളത്. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ രസകരങ്ങളായ ഷോർട്ട് ടൈം കോഴ്സുകൾ പഠിച്ച് ഗവൺമെന്റ് സർവീസിലോ അതല്ലെങ്കിൽ സ്വന്തമായി എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യാനും ഉപകരിക്കുന്ന രീതിയിൽ നിങ്ങളെ പര്യാപ്തരാക്കുന്ന ഈ കോഴ്സുകൾ മനസ്സിലാക്കി പഠിച്ച് നല്ല ജോലിയിലെത്താനാവട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ ബൈ. കരിയർ ഗുരു, മോൾഡിംഗ് യുവർ ഫ്യൂച്ചർ.